നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു പ്ലാസിഡസ്. ഒരിക്കൽ നായാട്ടിന് പോയ അദ്ദേഹം ഒരു മാനിന്റെ കൊമ്പുകൾക്കിടയിൽ കുരിശ് ദർശിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്ന ദൈവസ്വരം ശ്രവിക്കുകയും ആ രാത്രി തന്നെ റോമിന്റെ ബിഷപ്പിൽ നിന്നും കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ജ്ഞാനസ്നാനശേഷം എവുസ്റ്റാസ് എന്ന പേര് സ്വീകരിച്ച അദ്ദേഹത്തിന് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ദർശനത്തിൽ മുന്നറിയിപ്പ് ലഭിക്കുകയും ഇതേ തുടർന്ന് അവർക്ക് സമ്പത്തും സ്ഥാനമാനങ്ങളും സാമൂഹിക പദവിയും നഷ്ടമാവുകയും ചെയ്തു. 15 വർഷക്കാലം ഒരു ധനികന്റെ വയലിൽ ജോലി ചെയ്ത അദ്ദേഹത്തെ ട്രാജൻ ചക്രവർത്തിയുടെ സൈനികർ തിരഞ്ഞ് കണ്ടുപിടിക്കുകയും യുദ്ധം നയിക്കാനായി അതിസമർത്ഥനായിരുന്ന അദ്ദേഹത്തെ സൈന്യാധിപനായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധരംഗത്ത് നിന്ന് വൻ വിജയം നേടി മടങ്ങിയെത്തിയ എവുസ്റ്റാസിനോട് ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. അതിന് തയ്യാറാകാതിരുന്ന എവുസ്റ്റാസിനെയും കുടുംബത്തെയും സിംഹങ്ങളുടെ കുഴിയിൽ എറിയുകയും എന്നാൽ സിംഹങ്ങൾ അവരെ സ്പർശിക്കാത്തതിനെ തുടർന്ന് ക്രുദ്ധനായ ചക്രവർത്തി അവരെ ഒരു പിത്തളക്കാളയുടെ ഉള്ളിലാക്കി അടിയിൽ തീയിടുകയും ചെയ്തു. അങ്ങനെ അവർ കുടുംബസമേതം ധീര രക്തസാക്ഷിത്വം വരിച്ച് തങ്ങളുടെ നിത്യരാജാവിന്റെ സവിധത്തിലേക്ക് യാത്രയായി.